CPM പുറത്താക്കിയ PK ശശിക്കെതിരെ പാലക്കാട്ടെ CPM നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്ത്. ശശിക്കൊപ്പം നിൽക്കാത്തവർക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച് ഇല്ലാതാക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചെന്താമരാക്ഷൻ. ശശി വിഭാഗീയതയുടെ നേതാവാണെന്ന് ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ. പീഡനവീരനെ വിശുദ്ധനാക്കാൻ UDF ഇപ്പോൾ ശ്രമിക്കുന്നുവെന്നും DYFI ജില്ലാ പ്രസിഡന്റ് ജയദേവൻ ആരോപിച്ചു. പാർട്ടി ഓഫീസ് ഫണ്ടും ബാങ്കിലെ പണവും കട്ടതിനാണ് ശശിയെ തരം താഴ്ത്തിയതെന്ന് DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീനും പ്രതികരിച്ചു. ശശിക്ക് പാർട്ടി ഓഫീസ് അനാശാസ്യ കേന്ദ്രമെന്നും റിയാസുദ്ദീൻ പറഞ്ഞു. പാർട്ടിക്കൊപ്പം നിന്നാൽ PK ശശി, ഇല്ലെങ്കിൽ വെറും ശശിയെന്ന് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു പീഡനവീരനെ കൂടി UDFന് കിട്ടി. CPMനെ വെല്ലുവിളിക്കാനൊന്നും ശശി ആയിട്ടില്ല. പാർട്ടിയിലാണെങ്കിൽ PK ശശി, അല്ലെങ്കിൽ വെറും ശശി. തീവ്രതയളക്കാൻ ഇനി കുഞ്ഞാലിക്കുട്ടിക്കും VD സതീശനും അവസരം കിട്ടട്ടെയെന്നും ബ്ലോക്ക് സെക്രട്ടറി പറഞ്ഞു. പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് PK ശശി, പാർട്ടി വിട്ട വെറും ശശി, അത്രേ ഉള്ളൂ. CPIMനെ വെല്ലുവിളിക്കാൻ, CPIMനോട് ഏറ്റുമുട്ടാനുള്ള കരുത്തും കെൽപ്പുമൊന്നും ഒരു 4 പതിറ്റാണ്ടിന്റെ ചരിത്രം പറഞ്ഞാലും PK ശശിക്കില്ല എന്ന് PK ശശി മനസ്സിലാക്കിക്കോ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ 4 പതിറ്റാണ്ട് കാലം ഈ നാട്ടിലെ സഖാക്കളെ ചോര കുടിപ്പിച്ച, ഈ നാട്ടിലെ സഖാക്കളെ തമ്മിലടിപ്പിച്ച നിങ്ങൾ നടത്തിയിട്ടുള്ള സകല നെറികേടുകളും ഞങ്ങൾ പുറത്തേക്കിടും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കിടാൻ തീരുമാനിച്ചാൽ PK ശശിക്ക് പുറത്തിറങ്ങി നടക്കാൻ രാംരാജിന്റെ ഗോഡൌണിലെ മുഴുവൻ മുണ്ടും തലയിലിട്ടാലും തികയാതെ വരും എന്ന് കൂടി ഓർത്തു പോയിക്കൊള്ളണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാര്യം പോലും ഞങ്ങൾക്ക് പറയാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അതിലൊരു വലിയ സമാധാനമുണ്ട്. കാരണം എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞ അപ്പൊ PK ശശിയുടെ തീവ്രത എടുത്തിരുതായിരുന്നു. ഇപ്പോ 2 തീവ്രതയും ആ ഭാഗത്ത് പോയി അടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ചേരേണ്ടത് ചേരും. ജലം അതിന്റെ നാഥനെ കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ കലക്കൽ വിദഗ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് ഒരു പീഡനവീരനെ കൂടി UDFന് കിട്ടും എന്നല്ലാതെ വേറൊന്നും ഇതിൽ ഞങ്ങളല്ല. ഒരു കാലത്ത് നിങ്ങളാണ്, UDF ആണ് ഇത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് ഈ നിങ്ങൾ തീവ്രത അളക്കാൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞ മാതിരി കുഞ്ഞാപ്പക്കും അതേപോലെ തന്നെ VD സതീശനും നിങ്ങളെ നേതാക്കൾക്കൊക്കെ നല്ല അവസരം കിട്ടട്ടെ. 3 പതിറ്റാണ്ട് കാലം മണ്ണാർക്കാട്ടെയും പാലക്കാട്ടെയും പാർട്ടിയെ ഉള്ളം കയ്യിലിട്ട് കൊണ്ട് നടന്നു എന്ന് പറയുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ കുമരംപുത്തൂരിൽ നിന്ന്, ഈ മണ്ണാർക്കാട്ടിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ 212 ബ്രാഞ്ചുകളും 11 ലോക്കൽ കമ്മിറ്റികളും 3200-ലധികം പാർട്ടി അംഗങ്ങളിൽ നിന്നും എത്ര പേരെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇവിടുന്ന് കുറെ വണ്ടികളുടെ കണക്ക് പറഞ്ഞു. അത്ര വണ്ടി പോയി. രാവിലെ തൊട്ട് ഇവിടുന്ന് വൈകുന്നേരം വരെ 74 ട്രിപ്പ് അടിക്കുന്നുണ്ട് KSRTC ഉൾപ്പെടെ. ആ വണ്ടി പോയ കണക്കല്ല. കുമരംപുത്തൂരിൽ നിന്ന് പോയി ഒരു വണ്ടി, ഒരു ബൈക്ക്, 2 ആൾ ഇവിടുന്ന് പോയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കണ്ട കാലം മുഴുവൻ ഈ പാർട്ടിയെ നയിച്ചിട്ടും ഈ പാർട്ടിയിൽ നിന്ന് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് തികച്ച് 10 പാർട്ടി മെമ്പർമാരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ആർജവം എന്ന് മനസ്സിലാക്കി PK ശശി. UTV ന്യൂസ് പാലക്കാട്.